ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച താറാവ് കഷ്ണങ്ങളാണിത്. ഇത് കൃത്യം 1 കിലോ താറാവ് കഷ്ണങ്ങളുണ്ട്. ഇത് നമുക്ക് ഇന്നൊരു താറാവ് റോസ്റ്റ് ഉണ്ടാക്കാം. താറാവ് റോസ്റ്റ് അധികം എരിവൊന്നും ചേർക്കുന്നില്ല. നോർമൽ ഇച്ചിരി അല്പം എരിവ് കുറച്ചാണ് നമ്മൾ താറാവ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആദ്യമായി നമ്മൾ അതിനകത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കും. പെരുംജീരകപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നു. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കും. നാരങ്ങാനീര് 1 ടീസ്പൂൺ ചേർക്കുന്നു. കരിവേപ്പില നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടായ നല്ല നാടൻ കരിവേപ്പിലയാണ്. അത് 2 ഇതള് നമ്മൾ ചേർക്കും, 2 തണ്ട് ചേർക്കും. ചതച്ച മുളക് പൊടി 1 ടീസ്പൂൺ നമ്മൾ ചേർക്കുകയാണ്. അതിനുശേഷം ഇത് നല്ലതുപോലെ കഷ്ണങ്ങളെ പിടിക്കുവാനായിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം 4ആയിട്ട് മുറിച്ചത് ചേർക്കുക. വെളുത്തുള്ളി ഒരു 3 കഷ്ണം ചേർക്കുക. അതൊന്നും മുറിക്കുന്നില്ല, മുഴുവനോടെയാണ് ചേർക്കുന്നത്. ഉപ്പ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ കഷ്ണത്തിൽ ഇത് പിടിക്കണം. 1 മിനിറ്റ് നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുക. അന്നേരം കഷ്ണങ്ങളുടെ ഉള്ളിലേക്കൊക്കെ ഇത് എരിവും മസാലകളും എല്ലാം കയറും. നമ്മൾ 1 കപ്പ് വെള്ളം ചേർക്കുന്നു. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നു. കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും നമ്മൾ മസാലകൾ പുരണ്ടു എന്ന് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലോ ഗ്യാസ് സ്റ്റൗവിലോ എവിടെയെങ്കിലും വെച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് പാകം ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കറിവേപ്പില 2 എണ്ണം ഇതളാതെ ഉരിയാതെ മുഴുവനോടെ ചേർക്കാം. തീ കത്തിക്കുന്നതിന് മുമ്പായിട്ട് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. ഗരം മസാലയും നമ്മളൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കും. അതിനുശേഷം നമ്മൾ പ്രഷർ കുക്കറിൻ്റെ മൂട വെച്ച് അടയ്ക്കും. ഇത് പ്രസ്റ്റേജിൻ്റെ ഒരു പ്രഷർ കുക്കറാണ്. ഇതിനകത്ത് വെച്ചാൽ വെന്തൊന്നും പോകുകയില്ല. 4 വിസിൽ കേട്ടാൽ മതി. 4 അല്ല 5 വിസിൽ കേട്ടാലും 6 വിസിൽ കേട്ടാലും ഇത് വെന്ത് പോവുകയല്ല. കണക്കിന് വെന്ത് മയം വന്നിരിക്കുന്ന ഒരു കുക്കറാണ്, നല്ല കുക്കറാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം 3 വിസിലടിച്ചു. നമുക്ക് 4ാമത് ഒന്നും കൂടി അടിച്ചു. നമുക്ക് നിർത്തിയേക്കാം. ഇനി ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് അതിനകത്ത് ആവിയിൽ വേകണം. ആ സമയത്ത് ഇനി നമുക്ക് കറിക്കുള്ള മസാല ഉണ്ടാക്കാം. അതിനുള്ള ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് 2 സവോള കനം കുറഞ്ഞ അരിഞ്ഞത് ഇട്ട് ചുമന്ന കളർ വരുമ്പോൾ ചെറിയ ഉള്ളി 1 പിടി ചെറിയ ഉള്ളി 4ആയി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് വഴറ്റി വന്നു കഴിയുമ്പോൾ പച്ചമുളക് ചേർക്കുക. ഇത് വഴന്ന് വരുമ്പോൾ ഒരല്പം ഉപ്പ് ചേർക്കണം. അന്നേരം പെട്ടെന്ന് വഴന്ന് വരാൻ എളുപ്പമുണ്ട്. അത് ചെറിയ തീയിൽ വേണം നമ്മൾ വഴറ്റാൻ. സവോളയും ഉള്ളിയും ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ വഴലണം. അതിനുശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 4ആയിട്ട് കണ്ടിച്ചത് ഇടണം. വെളുത്തുള്ളി ഒരു 4 അല്ലി മുഴുവനോടെ ഇടണം.
അതും നല്ലപോലെ വഴറ്റുക. ഒന്ന് വാടി വരണം. എണ്ണയ്ക്കകത്ത് നല്ലപോലെ മുങ്ങിക്കിടന്ന് നല്ലപോലെ വാടണം. വാടി കഴിയുമ്പോൾ നമ്മൾ കരിയാപ്പില ഇതിനകത്തേക്ക് ഇടണം. അത് മുഴുവനോടെ ഇട്ടാൽ മതി. അതും ഇട്ട് ഇളക്കുക. അതിനൊരു വാട്ടം വന്ന് കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നു. ഒരു 4 പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. അത് നല്ലപോലെ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റി പച്ച കളറൊക്കെ മാറി ഒന്ന് വഴന്ന് വരണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൽ ചേർക്കാനുള്ള മസാലകൾ നമ്മൾ കേൾക്കാം. 1 ടേബിൾ സ്പൂൺ ചതച്ച വത്തൽമുളകും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും നമുക്കെടുത്ത് ഈ വഴറ്റി വെച്ചേക്കുന്ന സവോളയ്ക്കകത്തേക്ക് ചേർക്കാം. അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. മൂത്ത് പോകരുത്. തീ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുമാതിരി മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അതിനായിട്ട് നമുക്ക് ചൂടുവെള്ളം ഒരു 1/2 കപ്പ് ചേർക്കാം. 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നമുക്ക് ഇളക്കി അത് അല്പം വേകാനായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടുന്നതിനായിട്ട് നമുക്ക് വെക്കാം. നമ്മൾ സവോള വഴറ്റിയപ്പോൾ ഈ ഡക്ക് കഷ്ണങ്ങൾ വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പെല്ലാം കറക്റ്റായിരിക്കും. ഇനി ഡക്ക് കഷ്ണങ്ങൾ ഇങ്ങോട്ട് ഇടുമ്പോൾ ഉപ്പെല്ലാം കറക്റ്റായിരിക്കും. അതുകൊണ്ട് ഇപ്പം ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായി മൂത്തിട്ടുണ്ട്. മസാലകളെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ചേർക്കാം. ചെറിയ ചൂടുവെള്ളമാണ്, തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമാണ്. അതാകുമ്പോൾ നല്ലപോലെ മസാലകളെല്ലാം അതിനകത്ത് സോക്കിങ് ആവും. കുതിർന്ന് നല്ലതുപോലെ അതൊരു കുഴമ്പ് രൂപത്തിലാകും. സവോള വഴറ്റിയ കൂടെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് വഴറ്റിയെടുത്തായിരുന്നു. അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. താറാവ് കറി എല്ലാവർക്കും എപ്പോഴും ഏത് അസുഖക്കാർക്കും കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അതിന് യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന താറാവ് കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കാം. താറാവ് കഷ്ണം നല്ല വെന്ത് വെള്ളമൊക്കെ പറ്റിയാണ് ഇരിക്കുന്നത്. നമുക്കിത് ഇനി മസാലയായിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. താറാവാകുമ്പോൾ കോഴിയെ പോലെ അധികം ദശയൊന്നുമില്ല. ദശ കുറവാണ്, എല്ലുകളാണ് കൂടുതൽ. എന്നാലും അത് കഴിക്കാൻ നല്ലതാണ്. ഏത് പ്രായക്കാർക്കും കഴിക്കാം. കോഴിയേക്കാളും ഒരു ടേസ്റ്റ് കൂടിയത് താറാവ് കറിക്കാണ്. അല്പം വെള്ളം കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് അല്പം വേണമെങ്കിൽ എല്ലാവരുടെയും താല്പര്യപ്രകാരം അല്പം വെള്ളവും കൂടി ചേർക്കാം. ഇനി ഒന്ന് ഉപ്പും ഒക്കെ നോക്കിയാൽ കുഴപ്പമില്ല. ഉപ്പൊക്കെ കറക്റ്റായിരിക്കും. നമുക്കതൊന്ന് എല്ലാം കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അല്പം വെള്ളം കൂടി ചേർക്കുകയാണ്. റോസ്റ്റ് ആകുമ്പോൾ ഒത്തിരി വെള്ളം വേണ്ടല്ലോ. ചെറിയ ഇതായിട്ട് കുഴഞ്ഞ് ഇരുന്നാൽ മതി. ഒരു കിലോ താറാവാണ്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം മതി.
വെള്ളം എന്നാൽ പറ്റിയും പോകരുത്, ഒത്തിരി ലൂസും ആകരുത്. നമുക്കത് അല്പനേരം ഒരു 5 മിനിറ്റ് മൂടി വേവിക്കാം. ഇനി നമുക്കതിനകത്ത് ഒരു പൊടിച്ച് വെച്ചേക്കുന്ന പെരിഞ്ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി കുരുമുളക് പൊടി നമുക്ക് 1 ടീസ്പൂണും ചേർക്കാം. അത് അവസാനം ചേർക്കുന്നതായിരിക്കും നല്ലത്. ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും നമുക്ക് കഴിക്കുമ്പം കിട്ടും. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടായി ഒരല്പം കൂടി വെള്ളം സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ താറാവ് റോസ്റ്റ് കപ്പപ്പുഴുക്കിൻ്റെ കൂടെയും കള്ളപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന്. ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവ് കറക്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നിരത്തി ഒഴിക്കാം. അത് കറിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കും. അതിനുശേഷം തീയൊക്കെ നമുക്ക് അണച്ച് ഒരു 5 മിനിറ്റ് സ്റ്റൗവിൽ തന്നെ വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് താറാവ് റോസ്റ്റ് മാറ്റാം. ഇപ്പോൾ സ്വാദിഷ്ടമായ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 1 കിലോ താറാവ് റോസ്റ്റ് വെച്ചാൽ നമുക്ക് 5 പേർക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഇത് നമുക്ക് കള്ളപ്പത്തിൻ്റെ കൂടെയോ കപ്പപ്പുഴുക്കിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ഒത്തിരി എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊച്ചു കുട്ടികൾക്കും ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് ചൂടോടുകൂടി വിളമ്പുമ്പോഴാണ് ഇത് അതിൻ്റേതായ ടേസ്റ്റിലും രുചിയിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ചൂടോടുകൂടി വിളമ്പി എല്ലാവർക്കും കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ അലങ്കാര വസ്തുവായിട്ട് 2 കരിയാപ്പും തണ്ടൊക്കെ വെക്കാം. പിന്നെ വേണമെങ്കിൽ 2 വത്തൽമുളകൊക്കെ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ച് വെക്കാം. അതൊക്കെ വളരെ മനോഹരമാക്കും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു.